നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോൾ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചെയ്യുന്നതാണ്. എന്ത് പടമാണെങ്കിലും ശരിയാണ്. ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്ര ഹിറ്റായിട്ട് ഓടി, അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ നമ്മളുണ്ട്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തത്. ആ പടം ഓടിയതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. നേരെ പറഞ്ഞാൽ ആ പടം ഓടിയില്ലെങ്കിൽ എന്നെ അന്നും അറിയില്ല, ഇന്നും അറിയില്ല, ആ ഒരു കാലഘട്ടം വരെ അറിയില്ലായിരുന്നു. അപ്പൊ ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്താലും ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മൾ ജനം നോട്ടിഫൈ ചെയ്യും. ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോൾ നമ്മളത് കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും, ഞാൻ തന്നെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും സ്വീകരിക്കും. അത് ഓടാതെ വരുമ്പോഴാണ് അതൊന്നും അല്ലാതായി പോകുക. ഒരുപാട് താരമൂല്യം അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാർക്കാസുള്ള പടങ്ങൾ നിങ്ങൾ വരുന്ന സമയത്ത് ചെറിയ പടങ്ങൾ ഒതുങ്ങി പോകാറുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ അങ്ങനെ നിലനിൽക്കാറില്ല. അങ്ങനെ ഒരുപാട് താരങ്ങൾ അങ്ങനെ മലയാള സിനിമയിൽ വന്നു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ സിനിമ ചെയ്യുക, ഇറക്കി വിടുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ആയി പോകുന്നില്ല. അങ്ങനെ ഒരുപാട് താരങ്ങൾ മലയാള സിനിമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ആഗ്രഹങ്ങളാണല്ലോ. ഇപ്പൊ പ്രൊഡ്യൂസർക്ക് പടം ചെയ്യണം എന്ന ആഗ്രഹം വരും, കഥ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇതിന്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ, ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഈ കഥ എപ്പോ പറയാൻ പറ്റും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഏത് കഥ എപ്പോ പറയണം എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആട്ടം എന്ന് പറയുന്ന സിനിമ IFFKയിൽ ഗംഭീര അഭിനയം കണ്ട പടമാണ്. അത് തിയേറ്ററിലും ഭയങ്കര വൻപിച്ച് വരുന്നു, ഇല്ലേ? അത് ഒരു മാസം അവർ റിഹേഴ്സൽ ക്യാമ്പ് ഇട്ട് അവിടെ എല്ലാവരും താമസിച്ച് പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ്. അത് ആ ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്തതാണ്. അന്നേരം കൊമേഴ്സ്യലും വിജയിച്ചു. ഇത് സംഭവിക്കുന്നതാണ് അതൊക്കെ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും, പറയാൻ പറ്റില്ല. ഇപ്പോ ഞാനിപ്പോ വേറെ പടത്തിന്റെ പ്രൊമോഷനിലായിരുന്നു. അവിടുന്ന് ഇവിടെ എത്താൻ ഒരുപാട് സമയത്തി എടുത്തു. മഴയാണ് കാരണക്കാരൻ. മഴയില്ലാതെ കുറച്ച് നേരത്തെ ഞാൻ എത്തിയേനെ. അപ്പൊ കാരണങ്ങൾ പലതുണ്ട്. പലതും സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ. എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഷൂട്ടിംഗ് കാര്യം പലതും നിർത്തിവെച്ചു, റിലീസിങ് മാറ്റി വെച്ചു. ഇത് കുറച്ച് നാളായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ റിലീസ് ചെയ്യുന്നു. പിന്നെ ജനങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് വിദ്യാലയം പലതും പല സിനിമകളും കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ഇത് കണ്ടിട്ട് എന്താണെന്ന് വിലയിരുത്തട്ടെ എന്നുള്ളതാണ് കറക്റ്റ് പറഞ്ഞത്. ഇത്രയും നാൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട്. അപ്പൊ ഇതുപോലെയുള്ള കഥാപാത്രം ജനങ്ങളെ ഏറ്റെടുക്കാൻ വൈകിപ്പോയി. അപ്പൊ ഇതൊരു ബ്രേക്ക് നൽകുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഇന്ദ്രൻ സൈഡ് ഹോം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത അങ്ങനെ ഒരു ബ്രേക്ക് എന്നൊരു സിനിമയായിരുന്നു. അപ്പൊ അത് പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരുന്നു. ഇന്ന് ടെർബോ പോലുള്ള വൻ പടങ്ങൾ ഓടുമ്പോ ഈ സിനിമ ഇപ്പൊ തന്നെയാണ് ഇറക്കാൻ പറ്റിയ ടൈം എന്ന് തോന്നുന്നുണ്ടോ? ഈ സിനിമ ഇറക്കുന്നത് നടനല്ല, പ്രൊഡ്യൂസറും ഡയറക്ടറും തീരുമാനിച്ചിട്ടാണ്. നമുക്ക് കിട്ടുന്ന വേഷം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിലേക്ക് അത് തരുമ്പോ അത് നമ്മൾ ആടി തീർക്കുകയാണ് അവിടെ. അത് എപ്പോഴാണ് ഇറക്കേണ്ടത്? ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. അത് എപ്പോഴാണ് ഇറക്കേണ്ടത് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഇപ്പൊ എനിക്കിപ്പോ ഈ പടം അഭിനയിച്ചു, എനിക്കത് വലിയ കുറെ വേഷങ്ങൾ വരും എന്നുള്ളതല്ല എന്റെ പ്രതീക്ഷ. എനിക്ക് കിട്ടിയ വേഷം ഞാൻ ഭംഗിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഏതൊരു നടനും നടിയുമാണെങ്കിലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു ക്യാരക്ടർ കൊടുത്താൽ 100% പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ആർക്കും പറ്റില്ല. അത് വിദേശത്തുള്ള തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയില്, പിന്നെ മലയാളത്തിലെ നമ്മുടെ മലയാള സിനിമയുടെ അച്ചുതണ്ടുകളായിട്ടല്ല, 2 അച്ചുതണ്ടാണ് മലയാള സിനിമ, ഒന്ന് മമ്മൂട്ടി ഒന്ന് മോഹൻലാൽ. അവരൊരു പച്ചനെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ഒരു നടന് ഒരു ക്യാരക്ടറും പറ്റില്ല. എത്ര നമ്മൾ അഭിനയിച്ചാലും ശരിയാണ്, നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ അവിടെ കുറച്ചൊരു നന്നാക്കാമായിരുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മളെ എത്ര നന്നായിട്ട് നമുക്ക് അഭിനയിച്ചാലും ശരിയാണ്, പോരായ്മകൾ അവിടെ എവിടെയെങ്കിലും ഇത്തിരി ഉണ്ടാവും. നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നന്നാകും, നമുക്ക് ഇങ്ങനെ കുറെ വേഷങ്ങൾ കിട്ടി സന്തോഷം, അത് നന്ദി പറയാൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ ഞാൻ ഇൻറ്റൻസ് ചെയ്തോലെ ഹോമിലെ ഒരു ബ്രേക്ക്, ആ ബ്രേക്ക് ഒന്നും പ്രതീക്ഷിച്ചില്ല ചെയ്യുന്നത്. എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലേ ഡയറക്ടർ വിളിക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ കുറെ വേഷം തരുന്ന വേഷം ഭംഗിയാക്കുക. തീർച്ചയായിട്ടും 100% വളരെ ആഗ്രഹമുണ്ട്. ഇപ്പൊ കൊതിയാണ് ഇപ്പൊ ചെയ്യാനായിട്ട്. വരുന്നുണ്ട് കുറേ കഥകൾ വന്നു, ഒരു കഥ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം കോമഡി എഴുതാൻ ബുദ്ധിമുട്ടാണ്, കോമഡി അഭിനയിക്കാനും ബുദ്ധിമുട്ടാണ്, കോമഡി എടുക്കാനും ബുദ്ധിമുട്ടാണ്. 3
അതിന്റെ വശങ്ങൾ കറക്റ്റ് ആയില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. വന്ന് പറയുന്ന കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, എല്ലാമല്ല ചിലത് ഞാൻ പറ്റും നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് അവർ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇത്രയും ക്യാരക്ടറാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു എന്താണ് ഇവർ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു സുഖമില്ലാത്ത കഥകളാണ്, എന്തെങ്കിലും തമാശകൾ പറയുക എന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ കുറെ അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിലത് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ നല്ല കോമഡി സിനിമകൾ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും. അതിൽ ഇപ്പോഴും ഞാൻ കൊതിച്ചിരിക്കുകയാണ്. അത് റേഷൻ പോലെയാണ് നമ്മുടെ കോമഡി. അതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ചേട്ടൻ കോമഡി ഉണ്ടാക്കാൻ പാടാണ്, ചെയ്യാൻ പാടാണ്. അപ്പം ഒരുപാട് പ്രേക്ഷകരെ ചിരിപ്പിച്ച എന്നും ഓർക്കുന്ന ഒരു പടമാണ് CID മൂസ. നോർമലി എല്ലാ പടങ്ങളിലും രണ്ടാം ഭാഗം വരുമ്പോൾ അതിന്റെ വേറൊരു വേഷം പോലെ ചെയ്യുന്ന സമയത്ത് മിക്ക പടങ്ങളും അങ്ങനെ വിജയിക്കാറില്ല. CID മൂസ 2 വരാൻ പോകാന്ന് പ്ലാനിങ് കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പേടിയുണ്ടോ? ആദ്യത്തെ പോലെ വർക്കൗട്ട് ആകുമോ കോമഡി? അതിന്റെ വേറൊരു വശം പറഞ്ഞു. ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്നതിന് സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാല് പഞ്ചാബി ഹൗസ് ജനങ്ങളുടെ മനസ്സിലുണ്ട്, വേൾഡ് മലയാളികളുടെ എല്ലാം മനസ്സിലുണ്ട് സിനിമ. അത്രയെങ്കിലും ആവണം, അതിന്റെ മേളിലാണ് വരേണ്ടത്. അത്രയെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ഹൗസ് മനസ്സിലുണ്ടായ എല്ലാ ഇത് പോകും. അപ്പൊ ഭയങ്കര പേടിച്ചെന്നെ ചെയ്യണ്ട. അത് ഞാൻ മാത്രമല്ല, സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കയറിയെങ്കിൽ മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അത് CID മൂസയും അങ്ങനെ തന്നെയാണ്. അതിന്റെ മേലേക്ക് വരണം, അതിന് ഒപ്പം നിൽക്കണം. അപ്പൊ നമ്മളെല്ലാം അതൊന്നും ചെയ്തു വെച്ചതിന്റെ മേലെ കൂടി പോകും. ചിലപ്പോ എന്താ പ്ലാനിങ് ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ കണ്ടുവരുന്നത് സിനിമ 2024 സിനിമകളുടെ സുവർണകാലം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കോടികൾ സമ്പാദിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മാതൃകയും മലയാള സിനിമ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ തന്നെ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ വണ്ട ഇപ്പൊ മമ്മൂക്കയുടെ വിഷയം വരുന്നു. അങ്ങനെ ചുറ്റും പറയുന്നത് ആർക്കെയോ എന്തൊക്കെയോ സിനിമയെ തകർക്കാൻ, ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. മമ്മൂക്ക പുള്ളിയുടെ കേസിൽ മമ്മൂക്കയെ പോലുള്ള ആക്ടറെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക. പക്ഷെ അങ്ങനെയാണ് ഞാനിപ്പോ 10 വയസ്സിനാണ് ഞാൻ ഹെഡ്ലൈൻ വായിക്കും. എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വായിക്കണം ഡീറ്റെയിൽ. ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ. കാരണം എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുക്കാറ്. ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കല്ലേ. നമുക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും നോക്കണം അല്ലേ? അതല്ലേ പറഞ്ഞത്? എന്നെ നമുക്ക് എത്ര സുഹൃത്ത് ചോദിച്ച ഈ ചോദ്യത്തിന്റെ അതിലൊരു വാസ്തവമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ നിർഭാഗ്യകരമായ ചില പ്രവണതകൾ, ചില ചേരിതിരിവുകൾ ഉണ്ടാവുന്നത് അത് താരങ്ങളെ കേന്ദ്രീകരിച്ചു. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്നത് നമ്മളാരും അത് കേൾക്കാനോ അങ്ങനെ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിലെ ചില പ്രതിഫലനങ്ങളാണ്. ആ കാലം ഒരു കാലം ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ്. അതുകൂടി ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രമേയമാണ്. ഈ സിനിമയിലെ അന്തർമാൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തിൽ. അത് ഇതുകൂടിയാണ്. അത് കാരണം നമ്മുടെ സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അത് പ്രതിഫലിക്കുന്നുണ്ട്. അത് അന്തർമാന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ സിനിമ. അത് ആ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞ അതുപോലെ ഈ സിനിമ സിംഗ് സൗണ്ട് ചെയ്ത ഒരു സിനിമയാണ്. ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ്. അത് തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാറേ, ഇതിന്റെ കൂടെ ഒരു ചോദ്യം. ഇപ്പൊ ഇത്രയും നാളായിട്ടും ഇപ്പൊ ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും നന്നായിട്ട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ മമ്മൂക്ക് ഒരു നല്ല പിന്തുണ കൊടുക്കാനോ തയ്യാറാകുന്നില്ലായിട്ട് തോന്നുന്നു. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഒരു നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണത്? മനസ്സിലായി, ഒന്നുകൂടി പറയൂ. അതായത് ഇപ്പൊ മമ്മൂക്ക ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ ഒരു സിനിമ എടുക്കുന്നതും ചില സിനിമകൾ എടുക്കുന്നതൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പ്രതികരിക്കാത്തതും ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരു വലിയ ഒരു പ്രതിഭാശാലിയായ വലിയ പ്രസ്ഥാനം തന്നെയാണ്. അദ്ദേഹത്തെ പോലത്തെ ഒരു ആൾക്കെതിരെ വരുന്ന വിമർശനത്തിന് ഞങ്ങളൊക്കെ ഞാനൊരു വളരെ സാധാരണക്കാരനായ നാട്ടുപുറത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് അതിന് മറുപടി പറഞ്ഞ എന്റെ ഒച്ച എവിടെയും കേൾക്കുമോ? ഞാൻ ഇപ്പൊ എന്റെ സിനിമയെ കുറിച്ച് പറയാൻ വന്നതുകൊണ്ട് ഇത്രയും ആളുകൾ കേൾക്കുന്നു എന്നല്ലാതെ എനിക്കതിനെ കുറിച്ച് അഭിപ്രായമുണ്ട്. ഞാനത് എന്റെ സമീപത്ത് പറയുന്നുണ്ടാവും, എനിക്ക് കിട്ടുന്ന വേദികളിൽ പറയുന്നുണ്ടാവും. അതിനേക്കാൾ വലിയ അത് പറയേണ്ട ആളുകൾ ഉണ്ടാവാം. ചില ആളുകൾ ചിലപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയും കൂടി, ഇത് വ്യവസായം കൂടിയാണ്. അപ്പൊ അതിനകത്ത് പല ആളുകളും തലയിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കില്ല. അതൊക്കെ
അതിന്റെ ഭാഗമല്ലേ സിനിമ എന്ന് പറയുന്ന കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിനകത്ത് ചില ഇമേജുകൾ നിലനിർത്താൻ വേണ്ടി ആളുകൾ ശ്രമിക്കും. എന്തായാലും സാധാരണ ജനങ്ങൾ അതൊന്നും എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ന്യൂനപക്ഷം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചേരിതിരിവൊക്കെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അന്തർമാൻ സംസാരിക്കാൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നതകൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ പൊളിറ്റിക്സിന് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിന് കൊടുക്കാൻ സാധിക്കും? അന്തർമാന്റെ ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ആരുമില്ലാത്ത കോളനി, പുറമ്പോക്ക് കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. അപ്പൊ അവരുടെ ജീവിതം, കാരണം അവർക്ക് സ്വന്തം വീടില്ലാത്ത, സ്ഥലമില്ലാത്ത, വികസനം വരുമ്പോൾ വീട് പൊളിച്ചു മാറ്റപ്പെടുന്ന കോളനിക്കകത്ത് താമസിക്കുന്ന മനുഷ്യരാണ്. അവര് അവസാനം ചെതറിപ്പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാൻ ഒരു സിനിമയല്ല അത്. പക്ഷെ അത് മനസ്സിലായി, അതിനകത്ത് രാഷ്ട്രീയമുണ്ട് താനും. സാധാരണ മനുഷ്യർ, പുറമ്പോക്ക് മനുഷ്യർ, അവരുടെ ജീവിതം, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ, അത് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടാവും. അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും. അതെ അതെ, വടക്കേ മലബാർ, പയ്യന്നൂർ, തീർച്ചയായും കൂടുതൽ പയ്യന്നൂർ, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. ശ്രീ അശോകേട്ടൻ, അതുപോലെ അനുമോൾ തുടങ്ങി ആളുകൾ കഴിഞ്ഞാലൊക്കെ പയ്യന്നൂർ പ്രദേശത്തുള്ള, കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞ ഈ മെയിൻ സ്ട്രീം സിനിമകളിലൊക്കെ ഇപ്പൊ സജീവമായ ആളുകൾ തന്നെയാണ്. എല്ലാവരും വലിയ വേഷങ്ങളൊക്കെ ചെയ്ത ആളുകൾ തന്നെയാണ്. അനുമോളെ കുറിച്ച് പറഞ്ഞാല് മലയാള സിനിമയിൽ ഭയങ്കര ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രം ഇപ്പൊ ഏറ്റവും അടുത്തിറങ്ങിയ CID രാമേന്ദ്രനിൽ ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതും ഷാജോണും ഡയറക്ടർ അടക്കം പറഞ്ഞു അനുമോൾ അല്ലെങ്കിൽ അത് വേറെ ആരും ചെയ്യില്ല, അല്ലെങ്കിൽ അനുമോൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. ഇതിലുള്ള അനുമോളിന്റെ കഥാപാത്രം എങ്ങനെയുള്ള കഥാപാത്രം? തീർച്ചയായും വളരെ വളരെ മികച്ച ഒരു അഭിനേത്രിയാണ് അനുമോൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അനുമോളിലേക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ ആലോചിച്ച് ആ സിനിമ നടന്നില്ല. അതിലെ അനുമോളെയാണ് ഞാൻ സമീപിച്ചതും ആ സ്ക്രിപ്റ്റ് വായിച്ചതും ആ കഥാപാത്രത്തോടുള്ള അവരുടെ സമീപനവും അത് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹവും അശോകൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു ആഗ്രഹമുള്ള മനുഷ്യനെ നമുക്ക് കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അവരതിനെ പ്രതിബദ്ധത്തെ പറ്റിയല്ല ആദ്യം സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു സംഭവം ആ സിനിമയ്ക്ക് നടന്നില്ല. പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആൾ അനുമോളാണ്. ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ അനുമോളിലേക്ക് എത്തിയായിരുന്നു. അത് നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം അവർ എത്ര സൂക്ഷ്മമായാണ് അവരുടെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി പോകുന്നത് എന്നുള്ളത്. വളരെ വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന അവർ മലയാളത്തിലെ വളരെ അങ്ങനെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല, അപൂർവം കിട്ടിയിട്ടുണ്ട്. നേരത്തെ അശോകൻ പറഞ്ഞ പോലെ അത് ഓഫ് ബീറ്റ് ചില ഫെസ്റ്റിവൽ സിനിമകളിലൊക്കെയാണ്. ഇപ്പോൾ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ പത്മിനി, അല്ലെങ്കിൽ മനോജ് ഖാനയുടെ ശായില്യം പോലെയുള്ള സിനിമകൾ. വെടിവഴിപാടാണ് ഏറെക്കുറെ അവരെ കുറച്ചുകൂടെ പോപ്പുലറാക്കിയ സിനിമ എന്ന് തോന്നുന്നു. എന്തായാലും വളരെയേറെ സാധ്യതയുള്ള ഒരു അഭിനേത്രിയാണ്. പ്രേക്ഷകർ ഈ സിനിമ പരമാവധി തിയേറ്ററുകളിൽ ചെന്ന് കാണുക, മുൻവിധിയില്ലാതെ കാണുക. ഇതൊരു വലിയ സിനിമയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഇത് നിങ്ങളെ നിരാശപ്പെടുന്നില്ല, അത്രയും ഞാൻ പറയാം. ഈ സിനിമ നിങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇത്രമാത്രം. സന്തോഷം. എല്ലാവരോടും നന്ദി പറയുന്നു.